കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്ത് കണ്ടീഷൻ? മാഡത്തിന്റെ ഈ അമ്മയുടെ വരവിന് ശേഷമാണ് മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയതെന്നാ ശ്രീലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞത്. അതിനി അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. രഘുവർമ്മൻ സാറിനെ സ്വന്തം ജീവനെ പോലെ കരുതുന്ന രവിവർമ്മൻ സാറിന്റെ അനിയത്തിക്കുട്ടിയെ വർമ്മൻ ഫാമിലിക്ക് മടക്കി വേണം. വേണ്ടാത്തത് ഈ രാജലക്ഷ്മിയാ. അതെ, ഈ സ്ത്രീ ഇനി വർമ്മൻ ഫാമിലിയിൽ കാലുകുത്താൻ പാടില്ല. എന്താ സമ്മതമാണോ രേഖ മഠത്തിന്? ഈശ്വര, ഇവളിത് എന്തിരിപ്പയിരിക്കണേ? നീ എന്തോന്നാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? കരിച്ചും പുകച്ചും വെച്ച് കളമ്പി എന്നെ ആശുപത്രിയിലാക്കാണ് നിന്റെ ഉദ്ദേശം? എന്താ സരോജ നീ ഒന്നും മിണ്ടാത്തെ? കിളി പോയ മട്ടിലുള്ള നിൽപ്പാണല്ലോ നിന്റേത്. മോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ആണോ? എന്നിട്ട് എവിടെ മോളെ ശ്രീ? വിളിക്കണ്ട, അവള് പോയി. പോയോ? അതെന്തോന്ന് പോക്ക്? അത്ര അത്യാവശ്യപ്പെട്ട് പോകാനാണെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. അവിടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. എന്ത് പ്രശ്നം? അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാത്തത് എന്താ? ചോദിക്കാനല്ലേ പറ്റൂ. അവൾ ഉത്തരം പറയാതെ നമുക്കെങ്ങനെ അറിയാനാ? ഒന്ന് രണ്ട് തവണ ഞാൻ ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറിയതുപോലെ എനിക്ക് തോന്നിയത്. അതായത് ഒന്നും വിട്ടു പറയുന്നില്ല. നിങ്ങൾ കൂടി വന്നിട്ട് രവി സാറിനെ വിളിച്ച് കാര്യം തിരക്കിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഏയ്, മോൾ അത്രമേൽ വിളിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കേണ്ട കാര്യമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അതുകൂടെ പറ. ഞാൻ ആലോചിക്കുന്നത് നാളെ നമുക്ക് രവി സാറിന്റെ വീട്ടിൽ ചെന്ന് രവി സാറിനെ നേരിട്ട് കണ്ടാലോ എന്നാ. ഇനി നമ്മുടെ മോളുടെ പ്രശ്നമാണെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തുകയും ചെയ്യാലോ. ഹേയ്, മോളുടെ പക്ഷത്തുനിന്ന് എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അവളെ ഈ സരോജം വളർത്തിയ പെൺകുട്ടിയാ. തെറ്റും കുറ്റം ഒന്നും ചെയ്യില്ല. ഓ ദേ തുടങ്ങി തള്ളി മറക്കല്. തെറ്റും കുറ്റം ചെയ്യാതിരിക്കാൻ നിന്നെയും മോളെയും സ്വർഗരാജ്യത്ത് നിന്ന് നൂലി കെട്ടിയിറക്കിയതാണല്ലോ. എന്റെ സരോജം, നീ ആദ്യം നിന്നെയും നമ്മുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി വേണം പെരുമാറാൻ. അഥവാ നാളെ നമ്മളവിടെ പോവുകയാണെങ്കിൽ അത് മോളും രവിസാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാ. അതല്ലാതെ അവിടെ ആ രാജലക്ഷ്മി അമ്മയും രേഖാമാടും വല്ലതും പറയാമെന്നാ നീ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് സാരം. ഓ, അവരെന്തു പറയാനാ?
അഥവാ എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാലും പണ്ടത്തെ ആ കള്ള ഗർഭത്തിന്റെ കാര്യം പറഞ്ഞേ ഞാൻ അവരുടെ വായടപ്പിച്ചോളാം. നിങ്ങളൊന്നും മിണ്ടാ നിന്നാ മതി. അയ്യോ തൊലയ്ക്കവള്. എന്റെ പൊന്നു സരോജം, ബാംഗ്ലൂര് പോകാൻ നേരം നമ്മുടെ മോള് അവരെ തല്ലിയെന്ന് ഗായത്രിയമ്മ പറഞ്ഞത് നീയും കേട്ടതാണല്ലോ. അപ്പൊ അവരെക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് നമ്മുടെ മോളാ. അതൊക്കെ അവര് ക്ഷമിക്കുന്ന പോലെ അവര് നമ്മളെ വല്ലതും പറഞ്ഞാൽ നമ്മളും അങ്ങ് ക്ഷമിക്കണം. അത്ര തന്നെ. മനസ്സിലായ? ഓ, അത് നമുക്ക് അപ്പ ആലോചിക്കാം. എങ്കിലും അവൾക്കിത് എന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നീലഹസ്തിന്ന് തിരികെ വന്നതിന് ശേഷം ഈ മാറ്റം മുഴുവൻ. എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തേതിന് ശേഷം മോളും രവിസാറും ഒക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് പോലെ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അവള് ബാംഗ്ലൂർക്ക് പോകാതിരുന്നതും സാർ അവളെ തിരിച്ചു കൊണ്ടുവന്നതും. നമ്മളറിയാതെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കത് നേരിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. നാളെ തന്നെ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ധൃതി വെക്കുന്നത്? ഇന്ന് തന്നെ പോണോന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിനെന്താടി ഇത്ര വലിയ കാര്യം? ഇന്നായാലും നാളെ ആയാലും പോകേണ്ടവര് തന്നെയാണേ. അങ്ങനെയാ നീ ആ രാജാറാമിന് സാന്ദ്രയ്ക്കും വാക്കു കൊടുത്തത്. എന്നെ ഇവിടുന്ന് ഉടൻ കെട്ടിച്ചോളാന്ന്. ജ്യൂസ്. അസത്തെ ഇറങ്ങി പോടി. അവളുടെ ഒരു ജ്യൂസ്. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വരിക്ക്. എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അമ്മ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോയിട്ട്. ഒരു തൽക്കാലവും ഇല്ല. നിന്നെ ഒരുത്തി ഓർത്തിട്ടാ പലതവണ ഇവിടുന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ഞാനിവിടെ കടിച്ചു തൂങ്ങിക്കിടന്നത്. അവസാനം നീ തന്നെ പറഞ്ഞു എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാവുന്ന. മാറ അമ്മേ, ഏത് സാഹചര്യത്തിലാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നെന്ന് നമുക്കറിയാലോ. അറിയാടി, നന്നായിട്ട് അറിയാം. ആ രാജാറാമും സാന്ദ്രയും കൂടി ഉമ്മാക്കി കാണിച്ചപ്പോ നീ അങ്ങ് പേടിച്ചു പോയി. അവര് പറഞ്ഞത് അക്ഷരം പ്രതി സമ്മതിക്കാമെന്ന് നീ അങ്ങ് സമ്മതിച്ചു. അതെന്തിനായിരുന്നു എന്ന് പറഞ്ഞാ മതി. അപ്പോഴത് സമ്മതിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് സമ്മതിച്ചത്. അമ്മയ്ക്ക് അറിയാലോ, ശ്രീലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചതും പണം തട്ടിയത് ഞാനും അമ്മയാണെന്ന് എല്ലാവരും അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവുമെന്ന്. അല്ലെങ്കിൽ തന്നെ കയ്യലപ്പുറത്തെ തേങ്ങ പോലെ എന്റെ ഇവിടുത്തെ ജീവിതം. എപ്പോ എങ്ങോട്ടാണെന്ന് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. അവള് ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മാത്രമല്ല അവൾക്ക് രവിവർമ്മന്റെ ശത്രുവായ രാഗസുധയുമായിട്ട് ബന്ധമുണ്ടെന്ന് അതുവഴി തെളിയും. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അത് നമുക്ക് കാണിച്ചാ പോരെ? മതിയായിരുന്നു മുമ്പേ ആയിരുന്നെങ്കിൽ. പക്ഷെ ആ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് പിടിക്കപ്പെടുമ്പോ മാത്രം ആ ന്യായീകരണത്തിന് ഒരു വിലയും തരില്ല അവര്.
അല്ലെങ്കിൽ തന്നെ ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്നറിയാതെ അഭിനയിച്ച് തകർക്കുന്ന അവള് ഒരു നിമിഷം കൊണ്ട് തന്നെ പ്ലേറ്റ് മറിച്ചു വെച്ച് താനൊന്നും അറിഞ്ഞില്ലെന്ന് കൈ മലർത്തുകയും ചെയ്യും. അയ്യോ മതി ന്യായം പറച്ചില്. ഇപ്പോഴെന്താ സംഭവം? നിന്റെ നിലനിൽപ്പിന് നീ എന്നെ തള്ളി പറഞ്ഞു. ഞാനിത് സമ്മതിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇനി ഒരു തർക്കം വേണ്ട. എന്നെ വിട്ടേരെ, ഞാൻ പോന്നു. അമ്മ അമ്മ അപ്പൊ നാളെ കാണാം. ഞാൻ പോവാ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്താ എത്ര ധൃതിയുള്ളത്? അത് പിന്നെ അമ്മ 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 ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യട്ടെ. അമ്മ ഒന്നും വേണ്ട, നീ നിന്റെ പാടു നോക്ക്. ആന്റി ഇത് എവിടെയാ പോകുന്നത്? എന്തു പറ്റി? വൃത്തി കെട്ടവളെ, എല്ലാം രഹസ്യമായിട്ട് നടത്തിയിട്ട് നിന്ന് നാടകം കളിക്കുന്നു. എന്തായാലും നല്ല പിള്ള ചമഞ്ഞ് നീ നിന്റെ ആഗ്രഹം സാധിച്ചെടുത്തു. ഇതാ രാജലക്ഷ്മി പടിയിറങ്ങുക. ഇനി വല്ല വിഷവും ജ്യൂസിൽ കലക്കി കൊടുത്ത് എന്റെ മോളെ കൊന്നുകളയരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ജ്യൂസില് വിഷം കലക്കി കൊടുക്കാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചിരിക്കുന്നത്? രേഖ മാഡെങ്കിലും ഒന്ന് പറഞ്ഞതാ. അവളെന്ത് പറയാനാ ഇനി? എന്റെ മോളെ ഒരു ഭീരുവായി പോയി. അല്ലെങ്കിൽ നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുമായിരുന്നുള്ളൂ. ഏതായാലും നടന്നു. പക്ഷെ നീ ഇതാ ഇവളെ സൂക്ഷിച്ചു. ഒരു കാലത്ത് എന്റെ മോളോടൊപ്പം നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കാല് മാറി ചതിക്കാൻ നോക്കുന്നവളായി നിൽക്കുന്നത്. ഒരു ദിവസം ഇവള് നിന്നെയും തഴയും, ആ രവിവർമ്മനെ സ്വന്തമാക്കാൻ. ഇപ്പോഴേ നീ കാതു നുള്ളിക്കോ. അമ്മ എന്താ ഇതൊക്കെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആന്റി പറയുന്നേ? ഓഹോ, അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? നീ അല്ലേടി ആവശ്യപ്പെട്ടത് ഇനി മുതൽ അമ്മേ ഇവിടെ ഈ വീട്ടിൽ കാണാൻ പാടില്ലെന്ന്? അല്ല, അക്കാര്യത്തില് ശ്രീലക്ഷ്മി മാഡത്തിന് യാതൊരു പങ്കുമില്ല, അറിവുമില്ല. തീരുമാനം എന്റെ ഈ രാജാറാം സാറിന്റെ ആയിരുന്നു. ഞങ്ങളായിരുന്നു രാജലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത്. ശിക്ഷയോ? എന്തിന്? അയ്യോ, ഒരു പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് കണ്ടില്ലേ? നീ പറഞ്ഞിട്ടല്ലേടി ഈ സാന്ദ്രയും ആ രാജാറാമും കൂടി ഞങ്ങള് കാശെടുക്കാൻ പോകുന്നിടത്ത് വന്നത്? നിന്റെ ബാങ്കിലെ ചെക്കല്ലേ പൂജ എഴുതി ഇവരാ ബാഗിൽ വെച്ചിരുന്നത്. എന്നിട്ട് നീ എന്തിനാ ഈ കൈമലർത്തി കാണിക്കുന്നേ? ആ, വാവ്, ഗ്രേറ്റ്. ആ പറഞ്ഞതൊക്കെ പോയിന്റ് ആണ്. ശ്രീലക്ഷ്മി മാഡം തന്നെയാ നിങ്ങൾ രണ്ടാളുടെയും ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത്. കുറഞ്ഞ പക്ഷം ക്യാഷ് അടിച്ചു മാറ്റിയ ബാഗെങ്കിലും നിങ്ങൾ ചേഞ്ച് ചെയ്യണമായിരുന്നു. അതാ ശ്രീലക്ഷ്മി മാഡത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ ഇടയാക്കിയത്.
കുടുംബത്തില് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കുമെങ്കിലും രവിവർമ്മൻ സാറിന്റെ അനിയത്തിക്കുട്ടി മനസ്സുകൊണ്ട് നല്ലവളാണെന്നാ ഞങ്ങളുടെ വിശ്വാസം. ആ മനസ്സ് കളങ്കപ്പെടുത്തിയത് രാജലക്ഷ്മി അമ്മ. അപ്പോ ചെയ്ത തെറ്റിന് ശിക്ഷയായി അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ശ്രീലക്ഷ്മി മാഡത്തിനോട് ചോദിക്കാതെ തന്നെ. സത്യമാണ് രേഖ മാഡം സാന്ദ്രി പറയുന്നത്. ഞാനായിട്ട് ഒരിക്കലും പറയില്ല രാജലക്ഷ്മി ആന്റിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. നോ, ഇനിയും ആരും എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട. എനിക്കറിയാം ഇതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ കൂർമ്മ ബുദ്ധി നിന്റേതാണെന്ന്. ബാക്കി എല്ലാം ഞാൻ ക്ഷമിക്കും, എന്റെ അമ്മയെ നീ കൈ നീട്ടി അടിച്ചത് വരെ. പക്ഷെ ഈ ഇറക്കി വിടലുണ്ടല്ലോ, അതും ക്ഷമിച്ചേ പറ്റൂ. കാരണം ഈ വിഷയം നമ്മൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതാണ് രേഖ മാഡം. ഈ കുടുംബത്തിൽ നിന്ന് പോയ പണം ഇതേ കുടുംബത്തിൽ തന്നെ തിരികെ എത്തിയതുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് എന്ന വിഷയത്തെ ചൊല്ലി ഇനി ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ അതിന്മേലൊരു ചർച്ച ഉണ്ടായാൽ ഈ കാര്യങ്ങളെല്ലാം ആദ്യം അറിയാൻ പോകുന്നത് രവിചന്ദ്രവർമ്മൻ സാർ ആയിരിക്കില്ല, രഘുചന്ദ്രവർമ്മൻ സാർ ആയിരിക്കും. രേഖ മാഡത്തിന്റെ ഹസ്ബൻഡ് തന്നെ. സ്വന്തം കമ്പനിയിലെയും വീട്ടിലെയും പണം തന്നെ മാഡവും അമ്മയും ചേർന്ന് കൈയിട്ട് വാരിയെന്നറിഞ്ഞ രഘുചന്ദ്രവർമ്മൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയണ്ടല്ലോ. നേരത്തെ മാഡത്തിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഹാളില് കുളിപ്പിച്ച് കോടിമുണ്ട് പുതപ്പിച്ച് കിടത്താൻ പോകുന്നതേ രേഖ മാഡത്തിനെ ആയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ച എല്ലാവർക്കും നല്ലതാണെന്ന് സാരം. അപ്പൊ പോട്ടെ ശ്രീലക്ഷ്മി മാഡം, കാണാം നമുക്ക്. ഹലോ, ഗുഡ് സ്ക്രിപ്റ്റ്, ഗുഡ് പ്രസന്റേഷൻ. നിന്റെ തിരക്കഥ എഴുത്തിനെയും അഭിനയത്തിനെയും സമ്മതിച്ചു തന്നിരിക്കുന്നു. സാന്ദ്രയും രാജാറാമിനെയൊക്കെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി നിന്റെ ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കളിയുണ്ടല്ലോ, അതിനായുസ് കുറവാ. നീ ഓർത്തോ, ഇനി അങ്ങോട്ട് ഈ വർമ്മൻ വില്ലയിൽ മൂത്ത മരുമകളും ഇളയ മരുമകളും തമ്മിലുള്ള യുദ്ധമാണ് ആരംഭിക്കാൻ പോകുന്നത്. വർമ്മൻ വില്ല ഫാമിലിയിലെ പെൺ പോരാട്ടം. നീ ഒരുങ്ങിയിരുന്നോ? ആര് ജയിക്കുമെന്ന് കാണിച്ചു തരാം ഞാൻ.